അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹയാന ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരിക്കേച്ചർ കാർട്ടൂൺ ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. മൊബിനമിസും കിഡൂസും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ്റെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടെ ഇത് ട്രെൻഡായിട്ട് നമ്മളെ ഫാമിലി ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുന്നേ നമ്മളെ കോളേജിലെ സ്റ്റുഡൻസും ക്ലാസ്സിലെ സ്റ്റുഡൻസും ഫുള്ളായിട്ട് അല്ലെങ്കിൽ സ്കൂളിലെ സ്റ്റുഡൻസ് ഫുള്ളായിട്ട് ക്ലാസ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതലും ഫാമിലീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൽ കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു A4 സൈസിലുള്ള ഫ്രെയിമിലേക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മിക്കപ്പോഴും ലേസർ പ്രിൻ്റ് തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലോസി പ്രിൻ്റ് ആയാലും എടുക്കാം കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് പിന്നെ ഈ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി കാണുന്ന ഫ്രെയിമിനേക്കാളും കുറച്ചൊരു വെറൈറ്റി ഫ്രെയിമാണ് കേട്ടോ ഇതിൻ്റെ ബോർഡറിൽ ഒരു ഗോൾഡൻ ഇതൊക്കെ വന്നിട്ടുണ്ട്. ആ ബോർഡർ നല്ല ഗോൾഡൻ കളറിലും കൂടെ വന്നപ്പോൾ ഒന്നും കൂടെ ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർ DM ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കുറേ പേര് ലിങ്ക് എങ്ങനെ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ഇത് നമ്മൾ ചെയ്യുന്ന ടൂൺമി ആപ്പിലാണല്ലോ. അപ്പോൾ ഈ ടൂൺമി ആപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റും തന്നെ പ്ലേ സ്റ്റോറിൽ കയറി വെക്കാം. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ ടൂൺമി എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടൂൺമി സെർച്ച് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു പിക്ചറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഞാൻ മുന്നേ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ എടുക്കുന്നത് വേറൊരു പിക്ചറായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് റൈറ്റ് സൈഡിലുള്ള പിക്ചറും പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള പിക്ചറാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. അത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് ബോർഡറോട് കൂടി വരുന്ന ഫോട്ടോ ആണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസിന് ഫേസസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആൽബം സെലക്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ് ഒരു ഫോൾഡറിലേക്ക് നമ്മളെല്ലാ ഫോട്ടോസും കൂടെ എടുത്തിടാറാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുക്കണ്ടേ. അപ്പോൾ ഒരു ഫോൾഡറാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരുടെ ഫോട്ടോസും ഒരു ഫോൾഡറിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ അത് കാർട്ടൂണായിട്ട് വരും. എന്നിട്ട് താഴെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യാം. അടുത്ത ആളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. അത് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ബ്ലാങ്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്നായി പോയത് കേട്ടോ. പിന്നെ ഈ ടൂൺമി ആപ്പ് കളയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ടൂൺമി എന്നുള്ള എംബ്ലം പോയി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ 2 പേരുള്ള ഫോട്ടോസ് ആണെങ്കിൽ അതിൽ നിന്ന് മിക്കപ്പോഴും പെട്ടെന്ന് പോവാറില്ല കേട്ടോ. അതെന്തായിട്ടാന്ന് എനിക്ക് അറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇത് കളയാറില്ല. ഈ ഒരു ഫ്രെയിമിലേക്കുള്ളതിൽ ടൂൺമി എന്നുള്ള എംബ്ലം ഞാൻ കളയാറില്ല, അല്ലാണ്ട് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ടൂൺമി ആപ്പിൽ ഇത് കൂടാതെ കുറേ ഓപ്ഷൻസുകൾ ഉണ്ട് കേട്ടോ. നല്ല നല്ല ടെംപ്ലേറ്റ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാരിക്കേച്ചർ ഫ്രെയിമിലേക്ക് ഈ ഒരു വൈറ്റ് ബോർഡറോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മറ്റേ ചോക്ലേറ്റ് റാപ്പറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാറുണ്ട്, നമ്മളെ സ്പ്ലാഷ് എഫക്റ്റുകൾ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ഒരു ടെംപ്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മേലെ നമുക്ക് സ്റ്റാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൽ ഫേവറേറ്റ്സിൽ വന്ന് എടുക്കുന്നുണ്ടാവും. ഈ ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞൊരു പേജിൽ അത് സേവ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും പെട്ടെന്ന് എടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എല്ലാ ഫോട്ടോസും ഫസ്റ്റും തന്നെ എന്ത് ചെയ്ത് വെക്കുക, നമ്മൾ ടൂൺമിയിൽ ഇട്ടിട്ട് കാർട്ടൂണാക്കി എടുക്കുക. എല്ലാവരുടെ ഫോട്ടോസും എടുക്കാട്ടെ. നമ്മൾ ഫാമിലി ഫോട്ടോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ക്ലാസ് ഫോട്ടോ, ക്ലാസ്സിലെ ഏതെങ്കിലും കോളേജിലെയോ നമ്മൾ ക്ലാസ്സിലെ എല്ലാവരുടെ ഫോട്ടോ ആണെങ്കിലും എല്ലാവരുടെ ഫോട്ടോയും
എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കാർട്ടൂൺ ആക്കി വെക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ നമുക്ക് ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞാലും വലിയ പ്രശ്നമില്ല. കാർട്ടൂൺ ആകുമ്പോൾ ചിലർ ഫോട്ടോസ് കാർട്ടൂൺ ആകുമ്പോഴത്തെ പ്രശ്നമൊക്കെ പറയില്ലേ, അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. അതിനുശേഷം നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് അടിച്ചു കൊടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്നതിൽ അപ്ലോഡ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത എല്ലാ ഫോട്ടോസും ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യണം. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഇറേസ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഇറേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ നെറ്റ് സ്ലോ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് നേരം കറങ്ങിക്കൊണ്ടിരിക്കുമെങ്കിലും നമുക്ക് സേവ് ആയി കിട്ടും. ഇനി അതിൻ്റെ താഴെ കണ്ട ഒരു ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇറേസ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഇറേസ് ചെയ്ത് കളയുകയും ചെയ്യാം. കണ്ടോ, നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് താനേ തന്നെ അത്രത്തോളം അത് ഇറേസായി പൊക്കോളും. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കളയുക. ഇപ്പോൾ ടൂൺമിയുടെ പകുതി പോയിട്ടുണ്ടായിരുന്നു, പകുതി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ക്രോപ്പ് ചെയ്തെടുത്താലും മതിയാവും. ഓക്കെ, അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും ഇതിൽ ടൂൺമി ഫുള്ളായിട്ട് പോയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തപ്പോൾ. ഇനി ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഇറേസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോട്ടോ അതിൽ നിന്ന് നമ്മൾ ഇറേസ് ചെയ്യുന്നുണ്ട്. ഞാൻ വേറൊരു ഫോട്ടോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇറേസ് ചെയ്തത്. അപ്പോൾ അതിൽ ഇങ്ങനെ ഇറേസ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അതും നമ്മൾ താഴെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗാലറിക്ക് ഡൗൺലോഡായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലെ ടൂൺമി പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഫോട്ടോസും നമ്മൾ ചെയ്യാം കേട്ടോ. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എന്നെ ചോദിക്കുക, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മൾക്ക് എന്താണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റയിലും മെസ്സേജ് ചെയ്യാം. ഈ ഹായ് എന്ന് മാത്രം ഇടുന്നതിന് പകരം നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് അത് ഒന്നിച്ച് തന്നെ ചോദിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് റീപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഹായ് കണ്ടിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ തിരിച്ചൊരു ഹായ് മാത്രമേ അയക്കാൻ പറ്റുന്നുള്ളൂ അവരെ ഹായ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ മേ ബി അപ്പം തന്നെ മെസ്സേജ് നോക്കണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ഹായ് അയക്കുന്നതിന് പകരം എന്തെങ്കിലും ചോദിക്കാനുള്ള ഡൗട്ടാണെങ്കിൽ അപ്പം തന്നെ ചോദിച്ചിട്ട് എന്തായാലും ഞാൻ റീപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട് ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ടൂൺമിയുടെ. അപ്പോൾ ടൂൺമിയുടെ ലിങ്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് എടുക്കുന്നതിനെ പറ്റിയിട്ട് ലേസർ വേണോ ഗ്ലോസി വേണോ. അപ്പോൾ ലേസർ എടുത്താലും ഗ്ലോസി ആയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെയാണ്. പിന്നെ ഇത് കൂടുതലും A4 ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. A3 ചെയ്താലും കുഴപ്പമില്ല. A3 ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻവയിൽ എടുക്കുമ്പോൾ A3 ഡോക്യുമെൻറ്റിൽ ചെയ്താലും മതി. ഓക്കെ, എന്തായാലും കൂടുതലും A4 തന്നെയാണ് ഭംഗിയുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ ഫോട്ടോസും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമ്മൾ ഗാലറിക്ക് അത് ഓൾറെഡി സേവ് ആയി വരും കേട്ടോ. അതിൽ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള നമ്മളെ ഫോട്ടോസിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് A4 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ള അടുത്ത ഡൗട്ട് വന്നിട്ടുള്ളതാണ് A4 ഡോക്യുമെൻ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ A4 ബ്ലാങ്ക് പേജ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഫോട്ടോ ഈ ഒരു ടെംപ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ ഡിസൈൻസും നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ബ്ലാങ്ക് പേജായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു A4 ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഗാലറി എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും അപ്ലോഡ്സ് വഴി അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. ഗാലറിയിൽ നിന്ന് നേരിട്ട് ഫോട്ടോ എടുക്കുന്നതിന് പകരം അപ്ലോഡ്സ് വഴി നമ്മൾ ഫോട്ടോസ് സെലക്ട് ചെയ്ത് കയറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഈ ക്ലാരിറ്റീൻ്റെ പ്രശ്നം പറയുന്നവർ ഇതും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതുകൊണ്ട് മാത്രം ക്ലാരിറ്റി കുറയില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ് ഗാലറിയിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതിന് പകരം അപ്ലോഡ്സ് വഴി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു എളുപ്പമായിരിക്കും, കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലുണ്ടാവും. അപ്പോൾ ഓരോ ഫോട്ടോയും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് താഴെയുള്ള ഡ്രാഗിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വലുതാക്കി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ടൂൺമി എന്നുള്ള ഭാഗം ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇത് ഫ്ലിപ്പാക്കിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ ഫോട്ടോ ആയിരുന്നല്ലോ, വാപ്പാൻ്റെ അടുത്ത് ഇരുന്നിരുന്ന എൻ്റെ ഫോട്ടോ ആയിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇത് കയറ്റി വെച്ച് കൊടുത്തത്. ഓക്കെ, അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം.
ഇത് സെറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എവിടെയും ഒരു വൈറ്റ് പോർഷൻ ഇല്ലാതെ നോക്കുക. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത തരത്തിൽ സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരിക. ഏറ്റവും മേലെ നമുക്ക് ഹെഡിങ് എഴുതാനുള്ള ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള അവിടുത്തെ ഫോട്ടോസ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ചില ഫോട്ടോസ് സൈസ് കൂട്ടി വെക്കുക. ഏകദേശം എല്ലാ ഫോട്ടോസും ഒരു വലിപ്പത്തിൽ തന്നെ വെക്കാൻ നോക്കുക. നമ്മൾ ഡ്രാഗ് ചെയ്ത് വലുതാക്കേണ്ടതൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. പിന്നെ നമുക്ക് ഓരോ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോഴും അത് താഴേക്ക് വരാൻ വേണ്ടി, അതായത് ചിലരുടെ നമ്മൾ വെക്കുമ്പോൾ മേലേക്ക് മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കില്ല. ഇപ്പോൾ മോൻ്റെ ഫേസിൻ്റെ മേലെ ഫോട്ടോ വന്നില്ല, അതിന് പകരം നമ്മൾ പൊസിഷൻ മാറ്റി ബാക്ക്വേർഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ബാക്കിലേക്ക് പോയിട്ട് മുന്നിട്ടിരുന്ന ഫോട്ടോ മേലേക്കായിട്ട് വന്നോളും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എപ്പോഴും നോക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ പൊസിഷനിൽ പോയിട്ട് ബാക്ക്വേർഡും ഫോർവേഡും ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മളെല്ലാവരും എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്ക്വേർഡ് അടിക്കാം. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ അടിച്ചിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഫോട്ടോ ചെറുതായി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ള ഫോട്ടോസൊക്കെ ഒന്നും കൂടെ കുറച്ച് കുഞ്ഞാക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഉണ്ണിയുടെ ഫോട്ടോ വെച്ചപ്പോൾ എല്ലാവരേക്കാളും അവന് ഏറ്റവും ലാസ്റ്റ് വെച്ചപ്പോൾ എല്ലാം ഫ്രണ്ടിലേക്കല്ലേ വന്നത്. അപ്പോൾ നമ്മൾ അത് ബാക്ക്വേർഡ് അടിച്ച് ബാക്കിയുള്ളവരുടെ ഫോട്ടോസ് മേലേക്ക് വരുത്താം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എല്ലാ ഫോട്ടോസും വെച്ച് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് അധികമുള്ളവർ, ഇപ്പോൾ നമ്മൾ വലിയ കൂട്ടുകുടുംബത്തിലത്തെ ഇതൊക്കെ വരില്ലേ, കുറേ ഇപ്പം പോട്ടെ ക്ലാസ്സിലെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ ഏകദേശം 30 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെ ഫോട്ടോസും കൂടെ നമ്മൾ ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് അത് സെറ്റ് ആവുക. ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കൂടെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നും കൂടെ മറ്റേ നമ്മൾ മുന്നിട്ടുണ്ടായ വീഡിയോ 60K ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെഡിങ് കൊടുക്കുമ്പോൾ ഞാൻ ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലാണ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ജസ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഫോണ്ടിലാണ് എഴുതുന്നത് കേട്ടോ. മറ്റേതിൽ നമ്മൾ കൈകൊണ്ട് തന്നെ എഴുതുന്ന ഒരു സംഭവമാണ് ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ടെക്സ്റ്റ് ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മേലെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ PDF പ്രിൻറ്റ് ബെസ്റ്റ് ഫോർ പ്രിൻറ്റിങ്ങിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് ഗാലറിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഡൗൺലോഡ് ഓപ്ഷൻ താഴേക്കുള്ള ആരോ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിക്ക് അത് സേവ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.